ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പലർക്കും പേടിയുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ. ശരിക്കും നമ്മൾ സെക്സിനെ പേടിക്കേണ്ടതുണ്ടോ? ഏതൊക്കെ രീതിയിൽ സേഫായിട്ട് നമുക്ക് സെക്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ISRM എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ ഡോക്ടർ അജയൻ വർഗീസാണ്. വെൽക്കം സർ. സർ, ഇപ്പോൾ സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ള പലർക്കും ഉള്ളൊരു സംശയമാണ്, അത് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് IPLs ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. അതിനെക്കുറിച്ച് അല്ല, എങ്ങനെ ഗർഭം ധരിക്കാതിരിക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ അതിനകത്ത് IPL ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ IPL ഉപയോഗിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം എന്നാണ്. അത് സാധാരണ ഇതിൽ മാർക്കറ്റിൽ ഈസിലി അവൈലബിളുമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വിവാഹം കഴിക്കാത്ത വ്യക്തികൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഗർഭം ധരിച്ച് പോകാതിരിക്കാൻ വേണ്ടി, അതായത് അവർക്ക് അവരുടെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും തകരാറിലാകുകയോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കോണ്ടം ബ്രേക്ക് ആവുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു ഒരു ഭയപ്പാടുണ്ടെങ്കിൽ IPL ഉപയോഗിക്കാം. അത് 48 മണിക്കൂറാണ് നല്ലത്, 72 മണിക്കൂർ അതിൻ്റെ ഗുണം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശരി, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണിത് ചെയ്യുന്നത്? ഹോർമോണൽ വ്യതിയാനം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഹോർമോണൽ വ്യതിയാനം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത് ഗർഭപാത്രത്തിന് അത്ര നല്ല കാര്യമല്ല, ശരീരത്തിന് അത്ര നല്ല കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ കോണ്ടോ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നല്ലത്. പിന്നെ IPL പോലെയുള്ളതൊക്കെ നിവൃത്തിയില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അതിനകത്തുള്ളൂ. അവിടെ ഓരോ ബന്ധപ്പെടലിനും IPL ഉപയോഗിക്കുകയാണെങ്കിൽ അത് തകരാറിലേക്ക് പോകും, മാത്രമല്ല ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ഡോക്ടർ, അതുപോലെ പലർക്കുള്ള സംശയമാണ് കോണ്ടം ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അല്ല, കോണ്ടം ഉപയോഗിക്കുന്നത് തന്നെ ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സാധാരണ കോണ്ടം ഉണ്ടാക്കുന്നത് ലാറ്റക്സ് കൊണ്ടാണ്, അതായത് നമ്മുടെ റബ്ബർ ഉറകളാണത്. അത് മോഡിഫൈ ചെയ്തിട്ട് നല്ല രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ കോണ്ടം ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങുക എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റിൽ പല രീതിയിലുള്ള തൊട്ടാപ്പൊട്ടി പോകുന്ന ടൈപ്പും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള ഡോട്ടർ കോണ്ടം അങ്ങനെ അതിനകത്ത് തന്നെ ഇതിൻ്റെ വികാരം സ്ത്രീകളിൽ കൂടുതലുണ്ടാക്കാൻ വേണ്ടി ഏതാണ്ട് ഇത് വെച്ചിട്ടുള്ള വരുന്നുണ്ട്, ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്ന അങ്ങനെ പല രീതിയിലുള്ള കോണ്ടമുണ്ട്. സാധാരണ കോണ്ടം തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ കോണ്ടം യൂസ് ചെയ്യുന്നതിൽ അലർജീസ് ഒക്കെ അത് പറഞ്ഞുതരാം. കോണ്ടം ചിലർക്ക് ലാറ്റക്സ് അലർജി ആയിരിക്കും, ചില സ്ത്രീകൾക്കും അത് അലർജി ആയിരിക്കും. പിന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാംസവുമായി ഇത് ചെയ്യുന്നതിലാണ് അവർക്ക് താല്പര്യമുള്ളത്. ഈ കോണ്ടം ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള അത് ലൈംഗികമായിട്ടില്ല, ഇതൊക്കെ കൺസെപ്റ്റ് മാത്രമാണ്. അങ്ങനെ അത്ര വലിയൊരു ഡയറക്റ്റ് ഇഷ്യൂ ഒന്നും അതിനകത്ത് ഉണ്ടാകാറില്ല. പിന്നെ ആ കൺസെപ്റ്റ് ഉള്ളവരെ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. രണ്ടാമത് പറഞ്ഞ കാര്യം അലർജി. ലാറ്റക്സിന് അലർജി പുരുഷനോ സ്ത്രീക്കോ ഉണ്ടെങ്കിൽ കോണ്ടം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, മറ്റ് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. പിന്നെ ഇപ്പോൾ കോണ്ടം വേറൊരു രീതിയിൽ വരുന്നുണ്ട്, അതിനകത്ത് ലിഗ്നോക്കൈനും അങ്ങനെയുള്ള മെഡിസിൻ ചേർത്തിട്ട് സമയം കൂടുതൽ കിട്ടാൻ വേണ്ടി ഓവർ ടൈം എന്നൊക്കെ പറയുന്ന കോണ്ടംസ് വരുന്നുണ്ട്. അതും ഒരു പരിധി വരെ ഗുണം ചെയ്യും, എല്ലാവർക്കും ഗുണം ചെയ്യാറില്ല. എന്നിരുന്നാലും പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ ഒരു ചികിത്സയായിട്ട് ചിലർക്കെങ്കിലും അത് ഗുണപ്പെടാറുണ്ട്. ഡോക്ടർ, അതുപോലെ ഈ സ്ത്രീകളുടെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ഗർഭനിരോധന മാർഗങ്ങളില്ലേ, മീൻസ് അത് ചില പാച്ചുകളാണ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഹോർമോണൽ വ്യതിയാനം ഉണ്ടാക്കുകയാണ്. ഗർഭം ധരിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വേണം. ആ ഹോർമോൺ ശരീരത്തിൽ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും കൃത്രിമത്വത്തിലേക്ക് പോകുന്നതിനേക്കാൾ കോണ്ടൊക്കെ ആണെങ്കിൽ അത്രയും കുഴപ്പമില്ല. പിന്നെ ഇനി സ്ഥിരമായിട്ടുള്ള താൽക്കാലിക കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുന്നതിനോട് വ്യക്തിപരമായിട്ട് പറയട്ടെ, എനിക്കിതിനോടൊന്നും അത്ര വലിയ യോജിപ്പില്ല. അതുകൊണ്ടാണ് ഹെൽത്തിനെ ബാധിക്കില്ലെങ്കിൽ യോജിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഹെൽത്തിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ ഒരു പരിധിവരെ അത് ഉപയോഗിക്കാം, അതല്ലാതെ ഇത് തന്നെ മാർഗം എന്ന് പറയും ഇത് തന്നെ അങ്ങനെ അങ്ങ് ഉപയോഗിച്ച് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലാണല്ലോ അത് ഉപയോഗിക്കേണ്ടതുള്ളൂ. മറ്റ് നല്ല സുരക്ഷിതമായ മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോകണം. ആ സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ അതിനെ ഈ രീതിയിലേക്ക് പാച്ചിലേക്കും അങ്ങനെയുള്ള ഇംപ്ലാന്റിലേക്കും അതിലൊന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. പിന്നെ നാടോടുമ്പോൾ നടുവേ ഓടുക, അത്രേ ഉള്ളൂ. ഡോക്ടർ, നമ്മൾ കോണ്ടം അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഈ ഗർഭനിരോധന മാർഗ്ഗങ്ങളിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കി അണ്ടാശയം നിന്ന് അണ്ടം പുറത്തേക്ക് വരുന്നത്, അണ്ടവിസർജനം നടക്കുന്നത് 28 സൈക്കിളുള്ള ഒരു സ്ത്രീയുടേത് 14-ാം ദിവസമാണ്. അപ്പോൾ അണ്ടത്തിനൊരു 2 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ 3 ദിവസമേ അവിടെ ജീവനോടെ നിൽക്കാൻ പറ്റുള്ളൂ. 2 ദിവസം തന്നെ കഷ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്
പീരീഡിൻ്റെ ആദ്യത്തെ പകുതിയും അവസാനത്തെ പകുതിയും സേഫാണ്. ഫോർ എക്സാമ്പിൾ 14-ാം ദിവസമാണെങ്കിൽ 10 ദിവസം വരെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാൽ സാധാരണഗതിയിൽ കുഴപ്പമുണ്ടാകാറില്ല. അതിനുശേഷം എന്നാണെന്ന് 20 മുതൽ അങ്ങോട്ട് അടുത്ത ആർത്തവം വരെ ബന്ധപ്പെട്ടാലും കുഴപ്പമുണ്ടാകാറില്ല. ഇങ്ങനെ വരുമ്പോൾ ഗർഭം ധരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാം. അതുകൊണ്ട് ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടം അല്ലാതെയുള്ളതിന് IPL പോലെയുള്ള പിന്നെ മലാഡി പോലെയുള്ള ഗുളികകൾ ആവശ്യമുണ്ട്. എല്ലാ ഗുളികകളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഹോർമോണൽ ഇംബാലൻസാണ് ഉണ്ടാക്കുന്നത്. നാച്ചുറൽ പ്രോസസ്സിനെതിരായിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, എന്നാലും സ്ഥിരമായി അതങ്ങനെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അതിൻ്റെ ലിറ്ററേച്ചറിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ചുരുങ്ങിയൊരു കാലത്തിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിലൊക്കെ ഇപ്പോൾ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നു, ഒരു മാസത്തേക്കൊക്കെ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് പോകുന്നതിൽ ഒരു നല്ല അഭിപ്രായം അല്ല എനിക്കുള്ളത്. പിന്നെയുള്ളത് കോപ്പർട്ടിയാണ്. കോപ്പർട്ടി സാധാരണ രീതിയിൽ അതിനകത്ത് ഗർഭപാത്രത്തിലേക്ക് ഇടുകയും അതിൻ്റെ ചരട് എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോപ്പർട്ടി അതിനകത്തുണ്ടെങ്കിൽ ഗർഭം ധരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അങ്ങനെ പിന്നെയുള്ള പെർമനൻ്റ് ആയിട്ടുള്ള PPS എന്ന് പറയുന്നത് അത് ശസ്ത്രക്രിയ വഴിക്ക് ഫാലോപ്യൻ ട്യൂബ് കട്ട് ചെയ്ത് കളയുന്നൊരവസ്ഥയുണ്ട്. അത് പെർമനൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് പുരുഷന്മാരെ സംബന്ധിച്ചും വാസക്ടമി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പെർമനൻ്റായിട്ട് ചെയ്യുന്നതിന് പിന്നെ റീകനലൈസേഷൻ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വിജയസാധ്യത വളരെ കുറവാണെന്നുള്ള ഓർക്കണം. അതുകൊണ്ട് ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം തീരുമാനിക്കേണ്ടത്. ഡോക്ടർ, അതുപോലെ പറഞ്ഞു കേൾക്കാറുണ്ട് ഫോർ പ്ലേ എന്ന് പറയുന്ന ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല, അതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ലേ. അതിൻ്റെ കാരണം എന്താണ്? അതെ, രാവിലെ ഒരു 8 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക് ബെഡ്റൂമിലേക്ക് പോകുന്നവരെ ഭാര്യയുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക. അവരെ എല്ലാ കാര്യത്തിനും ചായ ഉണ്ടാക്കിയാലും ചോറുണ്ടാക്കിയാലും എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ നേരത്ത് കൊണ്ടുവന്നിട്ട് ഫോർ പ്ലേ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം ഈ ഫോർ പ്ലേ എന്ന് പറയുന്നതിന് വെർബൽ ഫോർ പ്ലേ ഉണ്ട്. ആദ്യം തന്നെ നല്ല രീതിയിൽ സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. അത് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് താരതമ്യം ചെയ്യും. അപ്പുറത്തെ അദ്ദേഹം കാറ് വാങ്ങി, ഇപ്പുറത്ത് നിങ്ങൾക്ക് സൈക്കിൾ പോലും ഇല്ല എന്നുള്ള ലൈനിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഇകഴ്ത്തി കാട്ടുക. അതുപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകളെ ഏതെങ്കിലും കാര്യത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫോർ പ്ലേ കൊണ്ട് മാത്രമൊന്നും ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കാൻ പറ്റില്ല. ഫോർ പ്ലേ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു നല്ല രീതിയിൽ തുടക്കം മുതലേ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതിലാദ്യം സംസാരിക്കാനാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു ചായ ഇട്ടുകൊണ്ട് വന്ന് അതിനകത്ത് മധുരം കൂടുതലാണെങ്കിൽ പറഞ്ഞാൽ തന്നെ അതെടുത്ത് എറിയുക, അതുപോലെ തന്നെ കലഹം ഉണ്ടാക്കുക. അതിനേക്കാളും നല്ല രീതിയിൽ പറയുകയോ ആ രീതിയിൽ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം കുറച്ചുണ്ടാക്കാവോ എന്നൊക്കെ ചോദിക്കുക. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈനിലേക്ക് വരികയാണെങ്കിൽ അത് നന്നാവും. അത് ഈ ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി വൈകുന്നേരമായി ബെഡ്റൂമിൽ വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് സ്റ്റാർട്ട് ഫോർ പ്ലേ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ആ സമയത്ത് മെൻ്റലി അവരുടെ ബ്രെയിൻ ആ രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനുശേഷം ഫോർ പ്ലേയിലേക്ക് വരുമ്പോൾ ആദ്യം നോൺ സെക്ഷൽ ടച്ചിൽ തുടങ്ങുക. അതായത് ശരീരത്തിൻ്റെ സെക്ഷൽ അല്ലാത്ത ഏരിയകളിൽ ടച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, ബ്രസ്റ്റിലും ക്ലൈറ്റോറിസിലും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ മാത്രം ലൈംഗിക ബന്ധത്തിലേക്ക് വരിക. ഇത് തിരിച്ചും ചെയ്യണം. പുരുഷൻ്റെ ഭാഗത്ത് പുരുഷൻ മാത്രം ചെയ്യേണ്ട ഒന്നല്ല ഫോർ പ്ലേ. സ്ത്രീ പുരുഷൻ്റെ ലിംഗത്തിലും അതുപോലെ തന്നെ ശാരീരിക ഭാഗങ്ങളിലും ഒക്കെ അതേ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് കല്ല് ചൂടായിരിക്കുമ്പോൾ മാവ് കോരി ഒഴിക്കണമെന്ന് മറ്റേ ഇവരൊക്കെ പാചകക്കാർ പറയുന്നോണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ വേണ്ടത്. അങ്ങനെ കൊണ്ടുവരാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ലഹള ഉണ്ടാക്കുക, അപ്പനും അമ്മയ്ക്കും പരസ്പരം ഇത് പറയുക, എല്ലാ പ്രശ്നങ്ങളുടെ ഉത്തരവാദി താനാണെന്ന് അല്ലെങ്കിൽ നീ ആണെന്നോ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക. ഇതിന് ശേഷം അല്ല ഫോർ പ്ലേ ചെയ്യേണ്ടത്. ഫോർ പ്ലേ എന്തുകൊണ്ടും എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിന് ആവശ്യമാണ്, ഹോർമോണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. സ്റ്റിമുലേഷൻ ആ രീതിയിൽ ചെയ്താൽ മാത്രമേ, അങ്ങനെയുള്ള സ്റ്റിമുലേഷനിലൂടെ മാത്രമേ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണർവുണ്ടാവും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൂബ്രിക്കേഷൻ ഉണ്ടാവും, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇറക്ഷൻ ഉണ്ടാവും, മെൻ്റലി അവർ പ്രിപ്പയർഡ് ആവും. ഇതാണ് വേണ്ടത്. ഡോക്ടർ, അതുപോലെ പലർക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഫോർ പ്ലേ ചെയ്യേണ്ട ശരിയായ രീതി എങ്ങനെയാണെന്നുള്ളത്. അതൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വെർബൽ ഫോർ പ്ലേ ആണ് ആദ്യം തുടങ്ങേണ്ടത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ ഭാര്യയെ പ്രശംസിക്കാൻ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഷോപ്പിങ്ങിന് പോയി അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് നിർബന്ധിച്ച് വാങ്ങി.
ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ചട്ടിയും കലമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കത് വലുതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ടൊന്ന് പുകഴ്ത്തി അത് അതിന് കൊള്ളാം ഇതിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒന്ന് മെൻ്റലി എലിവേറ്റഡ് ആവും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യത്തിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എന്താണോ അന്ന് ഇത് ചെയ്ത് ജോലിയുടെ കാര്യത്തിലോ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാര്യ അതിനോട് സഹകരിച്ച് വർത്തമാനം പറയുക. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് സംസാരത്തിലൂടെയാണ് ആദ്യം ഫോർപ്ലേ തുടങ്ങേണ്ടത്. അതിനുശേഷം എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും അതായത് വസ്ത്രം അഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാളുടെ വസ്ത്രം അഴിക്കാൻ തയ്യാറാകുക. അതുപോലെ തന്നെ അങ്ങനെ വസ്ത്രം അഴിക്കുമ്പോൾ ശരീരത്തിൽ ടച്ച് ചെയ്യുക. ഇങ്ങനെയാണ് അതിനകത്ത് ഫോർപ്ലേയിലേക്ക് പോകേണ്ടത്. പിന്നെ അത് കൂടാതെ ഫോർപ്ലേയിലേക്ക് പോകുമ്പോൾ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായിട്ട് ആദ്യം ലൈംഗിക അവയവങ്ങളിലേക്കല്ല ടച്ച് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ശരീരത്തിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ പുറത്ത് തടവി കൊടുക്കുക, തലയിൽ തടവി കൊടുക്കുക, തലയിലെ മുടി ഇങ്ങനെ ശരിയാക്കി കൊടുക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, ഇങ്ങനെയുള്ള ലൈനിലേക്ക് വരിക. ഇതിന് ശേഷമാണ് മ്യൂച്വൽ മാസ്റ്റർബേഷൻ പോലെയുള്ള ഫോർപ്ലേയിലേക്ക് ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ സ്ഥലങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലൈറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, വജേനയുടെ ആ ഭാഗം എല്ലാം തടവി കൊടുക്കുക. പുരുഷൻ്റെ അതുപോലെ ലിംഗവും വൃഷ്ണങ്ങളും അതുപോലെ മെയിൽ ബ്രസ്റ്റും അതുപോലെ ഒരു നല്ല സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. ഈ ഭാഗങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഉത്തേജനത്തിൻ്റെ അടുത്തേക്ക് എത്തും. അതിനുശേഷം ലൈംഗിക ബന്ധത്തിലേക്ക് പോകാം. പിന്നെ ഫോർപ്ലേക്ക് ഞാനൊരു കാര്യം പറയാം. ഇത് മറ്റേ അയ്യോ അച്ഛാ പോവല്ലേ എന്നെന്തോ പറഞ്ഞതുപോലെ 1 2 3 എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്ന ഇപ്പോൾ ഒരു കവിത ചൊല്ലുന്ന പോലും അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന പോലും ഒരു സംഗതിയാണ്. അതല്ലാതെ അതിനൊരു ഫോർമുല ഉണ്ടാക്കി തന്നിട്ട് ഇന്ന രീതി ഫോർപ്ലേ ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണിത്. അതിന് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം. ഡോക്ടർ, അതുപോലെ ഭാര്യയാണോ ഭർത്താവാണോ നമ്മൾ ലൈംഗിക ബന്ധത്തിന് ഒരു തുടക്കം കുറിക്കേണ്ടത്? ഇന്ന് നമ്മുടെ സ്ത്രീ സമത്വത്തിൻ്റെ ഒക്കെ കാലഘട്ടമല്ലേ. അപ്പോൾ ആർക്കും കുറിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികത ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നേ ഉള്ളൂ. പക്ഷേ സാധാരണ സമ്പ്രദായം അനുസരിച്ച് പുരുഷൻ ഈ ലൈംഗിക കാര്യങ്ങളിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരംഭം കുറിക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത വേണമെങ്കിലും പണ്ട് മോഹൻലാൽ ഏതോ സിനിമയിൽ പറഞ്ഞു ഞാൻ ആ ടൈപ്പ് അല്ല എന്നേ പറയുള്ളൂ, എനിക്ക് ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾ ശരിക്കും ലൈംഗികത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി പുരുഷന്മാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ലൈംഗികതയ്ക്ക് ആവശ്യപ്പെടുന്നത് മോശം സ്ത്രീകളുടെ ലക്ഷണമാണ് എന്നൊക്കെയല്ലാണ് സാധാരണ സ്ത്രീകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് കാലഘട്ടം മാറിയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ പുരോഗമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സ്ത്രീയാണോ പുരുഷനാണോ ലൈംഗികമായിട്ട് ഇതിന് ആരംഭം കുറിക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമില്ല. എന്നാൽ സ്ത്രീ കുറിക്കുന്നതിലും സ്ത്രീ അങ്ങനെ ആവശ്യപ്പെടുന്നതിലും പുരുഷൻ അങ്ങനെ ആവശ്യപ്പെടുന്നതിലും തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്വാഭാവികമായി കണ്ടുവരുന്നത് പുരുഷനാണ് ആദ്യമായിട്ട് ലൈംഗിക ബന്ധത്തിന് സ്ത്രീകളോട് ആവശ്യപ്പെടാറുള്ളതും അതനുസരിച്ച് മുന്നോട്ട് പോകാറുള്ളതും. എന്നാൽ ചില സ്ത്രീകളിങ്ങനെ അവർക്ക് ലൈംഗികമായിട്ട് ഇന്ന് നമുക്കൊന്ന് ബന്ധപ്പെടണം എന്നുള്ള ഒരു വാക്യം ഒരു സ്ത്രീയിൽ നിന്നും വരാറില്ലെങ്കിൽ കൂടി അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അവരെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മുടി ഉടർത്തിയിട്ട് നടക്കുക, അതുപോലെ തന്നെ വസ്ത്രം അല്പം താഴ്ത്തിയിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ശരീരത്തിൽ തട്ടാനും മുട്ടാനും ഒക്കെ ശ്രമിക്കുക. പിന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഭർത്താവിനെ ഒന്ന് ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ സ്ത്രീ ഇതല്ലാത്ത ഈ ലൈംഗിക ബന്ധത്തിൽ നിന്നുള്ള അല്ലാത്ത രീതിയിൽ കാര്യങ്ങളിലേക്ക് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലഘട്ടം മാറി. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു സ്ത്രീ ലൈംഗികതയ്ക്ക് തയ്യാറാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ എന്നാണെന്ന് വെച്ചാൽ ഇത് ഉറച്ചു നോക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നിരുന്നാൽ കൂടി സ്ത്രീയുടെ ചില പെരുമാറ്റങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ലൈംഗികതയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ആ ലക്ഷണങ്ങൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. മറ്റ് സ്ത്രീകളാണെങ്കിൽ അവർ വേറെ രീതിയിലുള്ള സിഗ്നലുകളും ആ രീതിയിലുമൊക്കെയാണ് അത് പോകാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇതിനകത്ത് നമുക്ക് ലൈംഗിക ബന്ധത്തിനൊരു സ്ത്രീ തയ്യാറാണെങ്കിൽ അവരൊരു പെരുമാറ്റം കൊണ്ട് മാത്രം അങ്ങോട്ട് കയറി ആകർഷണീയനാവേണ്ട കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ദോഷത്തിലേക്ക് പോകാറുണ്ട്. ഡോക്ടറെ, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത്? സാധാരണ ഇതിൽ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രതിമൂർച്ച ഉണ്ടാകാറില്ല. അതുപോലെ അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹമില്ലാതെ ബന്ധപ്പെടുകയാണെങ്കിൽ, ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് ശരിക്കും ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല.
അങ്ങനെ ലൂബ്രിക്കേഷൻ ഉണ്ടാകാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കടമ നിർവഹിക്കുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പുരുഷനത് വേദനാജനകമായി വരെ മാറാറുണ്ട്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് സ്ത്രീകളിൽ നിന്നും പുരുഷൻ ആഗ്രഹിക്കുന്നത്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ താഴെ കിടന്നിട്ട് മേലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതാണ് അവർക്ക് ലൈംഗികമായിട്ട് നല്ലൊരു ഇതിലേക്ക് വരുമ്പോൾ, മൂർധന്യാവസ്ഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. ആ ചലനമൊന്നുമില്ലാതെ ഒരു വാഴക്കഷ്ണം പോലെ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം പോലെ അവിടെ കിടക്കുന്നതല്ല പുരുഷന്മാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു രതിമൂർച്ചയിലേക്ക് പോകാറാവുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ത്രീയുടെ ഊരഭാഗം മേലോട്ടും താഴോട്ടും ഓട്ടോമാറ്റിക്കലി ഉയരുന്നതും താഴുന്നതും കാണാം. അതുപോലെ തന്നെ പുരുഷനെ വരിഞ്ഞു മുറുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടാവും. ഇനി മറിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതിമൂർച്ച വന്നു കഴിഞ്ഞാൽ സാധാരണ പുരുഷനപ്പുറത്തേക്ക് തളർന്ന് കിടക്കും. സ്ത്രീകൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണിത്. അതെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതിമൂർച്ച വന്നു കഴിഞ്ഞാലും സ്ത്രീയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുരുഷൻ കിടക്കണം എന്നുള്ളതാണ് അവരുടെ സ്ത്രീകളുടെ ആഗ്രഹം. ഈ ആഗ്രഹം ശരിക്കും നിറവേറ്റാൻ ഒട്ടുമിക്ക പുരുഷന്മാർക്കും കഴിയില്ല. കാരണം ശുക്ലവിസർജനത്തോടുകൂടി അവർ ശാരീരികമായി തളർന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇനി അത് കൃത്രിമമായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും, എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. ഡോക്ടറെ, ഒരു കപ്പിളിന് ബെഡ്റൂമിൽ എങ്ങനെയാണ് റൊമാൻറ്റിക് ആവാൻ പറ്റുക? അത് ബെഡ്റൂമിൽ മാത്രമായിട്ട് റൊമാൻറ്റിക് ആകുന്ന ഒരു കാര്യം വളരെ അപൂർവമാണ്. അതുവരെ കഠിന ഹൃദയനായിരുന്നിട്ട് ബെഡ്റൂമിൽ വരുമ്പോൾ സ്വിച്ച് ഇട്ടോണ്ടൊന്നും റൊമാൻറ്റിക് ആവില്ല. അത് ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. എന്നാലും ബെഡ്റൂമിൽ വരുമ്പോൾ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെയോ അല്ലെങ്കിൽ ഈ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കുക. നല്ല ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം എന്നാ സ്കൂട്ടർ വിറ്റിട്ട് ഒരു കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രശംസിക്കുക, നമ്മുടെ കാർ അങ്ങനെ നല്ലതാണ് ഇങ്ങനെയാണെന്ന് പറയുക. അപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ്, ആ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ടുവരുന്ന, സെൽഫ് എസ്റ്റീം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ ബെഡ്റൂമിൽ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആവാൻ പറ്റും. ബെഡ്റൂമിൽ റൊമാൻറ്റിക് ആകാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം പരസ്പരം കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പരസ്പരം കുറ്റപ്പെടുത്തില്ലാതെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ ഏതെങ്കിലും പരസ്പരം ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഈ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് യൂട്യൂബിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അതല്ലാതെ നമുക്ക് നമ്മുടെ രണ്ടുപേർക്കും കൂടെ ഒരു സ്ഥലം വാങ്ങി വീട് വയ്ക്കേണ്ട കാര്യത്തെക്കുറിച്ച് രണ്ടുപേരും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക. ഒരാൾക്ക് അതിന് തീരെ പ്ലാനും ഇല്ല, മറ്റേ ആൾക്ക് പ്ലാനും ഉണ്ടെങ്കിൽ ഇയാൾ അത് കുറ്റപ്പെടുത്തലായി മാറും. അപ്പോൾ ആ രീതിയിൽ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയം എടുത്ത് സംസാരിക്കുകയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൊമാൻറ്റിക് ലൈനിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. അതല്ലാതെ ഒരു സ്വിച്ചിട്ട് റൊമാൻസ്, അങ്ങനെ ഒരു റൊമാൻസ് ഒന്നും നടക്കുന്ന കാര്യമില്ല. ഡോക്ടറെ, അതുപോലെ ഈ ബെഡ്റൂമിൽ എത്തുമ്പോൾ പുരുഷന്മാർ വരുത്തുന്ന തെറ്റുകൾ അതെന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ബെഡ്റൂമിൽ പുരുഷന്മാർ വരുമ്പോൾ പുരുഷൻ എപ്പോഴും ഈ ലൈംഗികമായിട്ട് പ്രകടനപരത കൂടുതലാണത്. അതായത് വാസ്തവത്തിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള താല്പര്യമൊക്കെ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കുണ്ട്. ഒരല്പം കൂടുതലാണോ സ്ത്രീക്ക് എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെയാണ് ഇത്രയും കാലത്തെ അതായത് ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ലൈംഗിക ശേഷിക്കുറവുള്ള പുരുഷന്മാരെല്ലാം ആടിനെ ഇറക്കാൻ കൊണ്ടുവരുന്ന പോലെ സ്ത്രീകളാണ് വലിച്ചു കെട്ടിയോടെ കൊണ്ടുവന്നിട്ട് സാർ ഇദ്ദേഹത്തിൻ്റെ ലിംഗം ഉയരുന്നില്ല എന്ന് പറയുന്നത്. അല്ലാതെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത അത്രയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം മറ്റു രീതിയിലേക്ക് അത് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. വല്ല ചീട്ട് കളിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലൊക്കെ പോകാൻ പറ്റും. സ്ത്രീക്ക് ലൈംഗികത എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ആനന്ദത്തിലൊരു 60% ലൈംഗികതയിൽ നിന്ന് തന്നെയാണ്. പിന്നെയുള്ളതാണ് മറ്റു കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബെഡ്റൂമിൽ പുരുഷന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായിട്ട് താല്പര്യമില്ലാത്തൊരു സ്ത്രീയെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ഡയറക്റ്റ് പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോവുക. അതായത് വേറെ ഒന്നും നോക്കാതെ അവരുടെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യില്ല, ക്ലൈറ്റോറിസിൽ ടച്ച് ചെയ്യില്ല, ഹഗ് ചെയ്യില്ല, കിസ് ചെയ്യില്ല, നേരിട്ടങ്ങ് ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ലൈംഗികമായിട്ട് സ്ത്രീക്ക് ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്നുള്ളത് മാത്രമല്ല ഗുണകരമാവില്ല. അവർക്ക് അവരുടെ ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. അവർക്ക് ഈ പുരുഷനോട് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വെറുപ്പാണ് ഉണ്ടാകുക. അതാണ് പുരുഷന്മാർ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ്. പിന്നെ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ ബന്ധുക്കളെയും വീട്ടുകാരെയും കുറ്റം പറയുക. അതുകൂടാതെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
സ്ത്രീയുടെ ന്യൂനത, എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട്, പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട്. അതുപോലെ ഭാര്യ ആയാലും ഭർത്താവായാലും കുറേ ന്യൂനതകളുണ്ടാവും. ആ ന്യൂനതകൾ മാത്രം വിളിച്ച് പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞാൽ ബെഡ്റൂമിൽ വന്നിട്ട് കലഹം ഉണ്ടാക്കുക. അത് ഒരിക്കലും കലഹം ഉണ്ടാക്കാൻ പറ്റില്ലാത്തൊരു സ്ഥലമാണിത്. അവിടെ കലഹങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നൊരു കാര്യം. പിന്നെ ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം സ്ത്രീകളെ ഉപയോഗിക്കാറുണ്ട്. അത് ചില പുരുഷന്മാരെ സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ സ്പർശിക്കുമ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് സ്പർശിക്കേണ്ട ഒരു ഭാഗമാണത്. വളരെ ശക്തിയോടുകൂടി അതിനെ അമർക്കുക, വേദന ഉണ്ടാക്കുക, അതുപോലെ തന്നെ കിസ് ചെയ്യുകയോ വല്ലതും ചെയ്യുമ്പോൾ മുറിവേൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ബെഡ്റൂമിൽ പുരുഷന്മാർ ചെയ്യുന്ന, അതായത് അതിക്രമങ്ങൾ. അതിനെ ഒരിക്കലും പുരുഷന്മാർ ചെയ്യരുതാത്ത ഇതാണ്. മനുഷ്യ ശരീരം വളരെ സോഫ്റ്റാണ്. ആ സോഫ്റ്റായിട്ടുള്ള ശരീരം സോഫ്റ്റായി തന്നെ കൈകാര്യം ചെയ്ത് രതിമൂർച്ചയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഇപ്പം ഇതിനകത്ത് ലൈംഗികതയുടെ തീവ്രത അളക്കുന്ന യന്ത്രം എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഒരു തമാശ രൂപത്തിൽ വരുന്നുണ്ടെങ്കിലും അങ്ങനെ തീവ്രത അളക്കുന്ന യന്ത്രമൊന്നുമില്ല. ഒരിക്കലും ലൈംഗികതയുടെ തീവ്രത അളക്കാനും കഴിയില്ല. തീവ്രത രണ്ട് കൂട്ടരും നല്ല രീതിയിലേക്ക് പോകുമ്പോൾ തീവ്രമായി ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. അത് അളക്കാനൊരു യന്ത്രമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ തീവ്രത ആദ്യം തന്നെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ബെഡ്റൂമിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ തീവ്രതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വളരെ സാവധാനം പോകണം, എന്നിട്ടേ തീവ്രതയിലേക്ക് വരാവുള്ളൂ. ഡോക്ടറെ, എപ്പോഴാണ് ഒരു പുരുഷൻ നല്ലൊരു ഭർത്താവാകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഒരു പുരുഷൻ എപ്പോഴാണ് നല്ല ഭർത്താവാകുന്നതെന്ന് വെച്ചാൽ അത് വെറും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഭർത്താവാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് നല്ല ഭർത്താവ്. അപ്പോൾ അതിനകത്ത് ലൈംഗികത എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20 അല്ലെങ്കിൽ 25% വരുള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വരുമാനം, അദ്ദേഹത്തിന് വരുമാനം കുറവായിരിക്കാം, അതിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്യാനുള്ളൊരു രീതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാം. 1000 രൂപ വരുമാനമുണ്ട്, 1500 രൂപ ചിലവാക്കാൻ നിന്ന സംഖ്യ നടക്കില്ല. ആ സമയത്ത് 10000 രൂപ വരുമാനമുണ്ട്, അവന് 8000 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. 1000 രൂപ വരുമാനമുള്ളവന് 700 രൂപ ചിലവാക്കുകയും ഒരു 300 രൂപ മിച്ചം പിടിച്ചൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഭർത്താവാണ്. ഇനി അതുകൂടാതെ ഈ ഭാര്യ എന്നത് ജോലിക്കാരിയോ അല്ലാത്തതോ ആകാം. അപ്പം അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതിലെത്രത്തോളം നമുക്ക് പരിഹരിക്കാൻ കഴിയും, പരിഹരിക്കാൻ കഴിയാത്തത് നമുക്ക് ഏത് രീതിയിൽ വീണ്ടും പരിഹരിക്കാം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് തന്നെ കരിമണി മാല വാങ്ങണമെന്ന് ഭാര്യ പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കിടന്നുകൊണ്ട് കടം വാങ്ങി കരിമണി മാല വാങ്ങി കൊടുക്കുന്ന ഭർത്താവ് സത്യം പറഞ്ഞാൽ നല്ല ഭർത്താവല്ല, ചീത്ത ഭർത്താവാണ്. കാരണം കുടുംബം കൊളന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിനാവശ്യപ്പെടുന്ന ഭാര്യ അല്ല, ഭാര്യ തീർച്ചയായിട്ടും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ലോ. അവർ ഇതിനകത്ത് ഭർത്താവിൻ്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാക്കാനുള്ള ഒരു യന്ത്രമായിട്ട് ഭാര്യ മാറിക്കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല കുടുംബം കൊളന്നുകൊണ്ടുന്നുള്ളത്. അപ്പോൾ ഇത് പരസ്പരം നല്ല ഭർത്താവ് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഭാര്യയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നയാളല്ല നല്ല ഭർത്താവ്. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഏത് ആവശ്യമാണോ നമുക്ക് നിറവേറ്റാൻ കഴിയാത്തത്, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാര്യയെ അറിയിച്ച് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് നല്ല ഭർത്താവ്. അതുകൂടാതെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാര്യയ്ക്ക് ലൈംഗികത ആവശ്യമുള്ളപ്പോൾ ലൈംഗികത നൽകാൻ തയ്യാറാവുന്നവനായിരിക്കണം ഭർത്താവ്. അതേസമയത്ത് ഇദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നൽകിയിട്ട് അല്പം ക്ലബിലും ബാറിലും പോയിരുന്നിട്ട് രാത്രി 12 മണിക്ക് വരുന്ന ഒരു വ്യക്തി ഒരിക്കലും നല്ല ഭർത്താവല്ല. ശരിക്കും കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുക, ഭാര്യയുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അതോടൊപ്പം തന്നെ ഭാര്യയുടെ ലൈംഗികതയ്ക്കും പ്രാധാന്യം നൽകുന്നതും ലൈംഗികത അവൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ഭർത്താക്കന്മാരാണ് നല്ല ഭർത്താക്കന്മാർ. ചില പുരുഷന്മാരെ എനിക്കറിയാം, അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഭാര്യയായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു അധ്വാനമുള്ള ഇതാണെന്ന് കരുതി അവർ സ്വയംഭോഗം ചെയ്ത് സംതൃപ്തി അടയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ക്രൂരത തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിവാഹം കഴിച്ചത് തന്നെ രണ്ടു കൂട്ടർക്കും പരസ്പരം തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരാൾക്ക് മാത്രം തൃപ്തി കിട്ടുന്നതും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഇതുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ചില പുരുഷന്മാരുണ്ട്. അവർക്ക് ഭാര്യ ഉണ്ടാവും, പക്ഷേ അവർ മറ്റു പുരുഷന്മാരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത്തരം കൂട്ടരൊന്നും നമുക്ക് നല്ല ഭർത്താവെന്ന് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ചു എപ്പോഴാണ് ഒരാൾ നല്ല ഭർത്താവാകുന്നത്, അതുപോലെ ഒരു സ്ത്രീ എപ്പോഴാണ് നല്ലൊരു ഭാര്യയാകുന്നത്?
സാധാരണ ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കൊന്നും പോകാത്ത സ്ത്രീകളാണെങ്കിൽ അവരുടെ ലോകം അവരുടെ വീടും അവരുടെ ഭർത്താവും കുട്ടികളും മാത്രമായിരിക്കും. അല്ലാണ്ട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ അറിവ് അവർക്ക് കുറവായിരിക്കും. ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെയല്ല, അറിവുണ്ടാവും. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം അറിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ചില PhD ഇതൊക്കെ ആണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നല്ല ഭർത്താവിനെ പോലെ തന്നെ നല്ല ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവ് ആണ് വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തിയെങ്കിൽ ആ വരുമാനത്തിനനുസരിച്ച് ചിലവ് ചെയ്യുക, അത് കൂടുതലുള്ള ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അങ്ങനെയുള്ളതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല ഭർത്താവ് എന്ന് പറയാം, അല്ല നല്ല ഭാര്യ എന്ന് പറയാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിനകത്ത് കുട്ടികളുടെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ല ഭാര്യ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഉള്ളത് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഭർത്താവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതേസമയത്ത് ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ മറ്റ് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിൽ അവർ ചില ലിമിറ്റുകൾ വയ്ക്കും. അതൊരു നല്ല സ്ത്രീയുടെ ലക്ഷണമല്ല. അത് ആഴ്ചയിൽ 1 തവണ മതി, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ മതി. അങ്ങനെയൊക്കെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ലിമിറ്റ് വയ്ക്കുന്ന സ്ത്രീകൾ നല്ലതല്ല. ഇതേപോലെ തന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പർ സെക്ഷുവാലിറ്റി, നിംബോമാനിക് ആകാറുണ്ട്. അത്തരം സ്ത്രീകൾ ഒരു പുരുഷനെ കൊണ്ട് 2-3 തവണ ലൈംഗികമായി ബന്ധപ്പെടാൻ നിർബന്ധിക്കുക. അതൊരു നല്ല ഭാര്യയുടെ ലക്ഷണമല്ല. അങ്ങനെ ഒരു പുരുഷൻ തളർന്നു പോകുന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് ലൈംഗികമായിട്ടുള്ള അനുഭൂതി ലഭിക്കാത്ത അവസ്ഥയിലേക്കും പോകും. അപ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ ലിമിറ്റിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ 2 കൂട്ടർക്കും കഴിയണം. ഇനി നിംബോമാനിയ പോലെയുള്ള അമിത ലൈംഗിക ആസക്തിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ചികിത്സയ്ക്ക് വിധേയമാകണം. അങ്ങനെ ചികിത്സയ്ക്ക് വിധേയമാകുന്നില്ലെങ്കിൽ ആ കുടുംബത്തൊരിക്കലും സ്വസ്ഥതയും സ്വൈര്യവും ഉണ്ടാവില്ല. അത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോർമോൺ വ്യതിയാനങ്ങളാവാം, ന്യൂറോണൽ പ്രശ്നങ്ങളാകാം. ഇത്തരം സ്ത്രീകളൊന്നും അത് അവരുടെ കുറ്റം കൊണ്ടല്ല അവർ നിംബോമാനിക്കാവുന്നത്. അങ്ങനെയുള്ള നിംബോമാനിയ എന്ന് പറയുന്ന ടേം തന്നെ തെറ്റാണ്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അമിതമായിട്ടുള്ള ലൈംഗികാസക്തി പല രൂപത്തിലും വരാറുണ്ട്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു അവരവരുടേതായ ഒരു ലോകത്ത് മാത്രമായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു കുടുംബവുമായിട്ട് കമ്പയർ ചെയ്യാതെ പോവുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ കാറുണ്ടെങ്കിൽ ഇവിടെയും കാറ് വേണം, അവിടെ ടെറസിട്ട വീടുണ്ടെങ്കിൽ ഇവിടെയും ടെറസിട്ട വീട് വേണം, അവിടെ 1.5 ടണ്ണിൻ്റെ AC വാങ്ങിയാൽ അത് തന്നെ ഇവിടെയും വാങ്ങണം. ആ രീതിയിലുള്ള ചിന്താഗതികൾ സ്ത്രീകൾക്ക് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. വാസ്തവത്തിൽ അതിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് പോവുകയാണെങ്കിൽ അതിന് നല്ലൊരു സിനിമ തന്നെ ഉണ്ട്. അത് തലയണ മന്ത്രം. തലയണ മന്ത്രത്തിലെ ഉർവശിയുടെ റോളിൽ സ്ത്രീകളാകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടറെ, എപ്പോഴാണ് ഒരു കുടുംബം സന്തോഷകരമാകുന്നത്? വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു 3 കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ചിന്തിക്കുക. 3 കാലുള്ളൊരു സ്റ്റൂള്. സന്തോഷം വേണം, സമാധാനം വേണം, സമ്പത്ത് വേണം. അപ്പോൾ ഈ 3 എണ്ണം ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. സമ്പത്ത് മാത്രം ഉണ്ടായതുകൊണ്ട് സന്തോഷം ഉണ്ടാവണമെന്നില്ല, സമാധാനം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു തുലനം ഇതിലേക്ക് കുടുംബജീവിതത്തിലും അതുപോലെ തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ നമുക്ക് ആവശ്യത്തിന് സമ്പത്തുണ്ട്, അത് വേണ്ട രീതിയിൽ സമ്പത്ത് കുറഞ്ഞാലും ഇപ്പോൾ ദരിദ്രരായാലും ശരി കുഴപ്പമൊന്നുമില്ല. അത് അവരുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് ആ ദമ്പതികൾക്കുണ്ടെങ്കിൽ അത് സന്തോഷമുള്ള കുടുംബമായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്കുള്ള പ്ലാനിങ് ഉണ്ടാവണം. ഭാവിയിലേക്കുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത തുക മിച്ചം വയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അത് ഭാവിയിലേക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കി കൊണ്ടുവരാൻ പറ്റും. ബഡ്ജറ്റ് വേണ്ട രീതിയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈംഗികമായിട്ടുള്ള ഒരു ഓഡിറ്റിങ് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്താണ് ഈ ലൈംഗികമായിട്ടുള്ള ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം കഴിക്കാനല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ആഹാരം കഴിക്കാനല്ലേ നമ്മൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആഹാരം നമ്മൾ കഴിക്കുന്നത് പോലും ലൈംഗിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണം, എന്നാലേ അതിന് പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ലൈംഗികത ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ലൈംഗികത വേണ്ട രീതിയിൽ നിശ്ചിത ഇൻ്റർവെല്ലിന്, നിശ്ചിത ഇടവേളയ്ക്കുള്ളിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു കുടുംബമാണ് സന്തോഷകരമായിട്ടുള്ള കുടുംബം. ബാക്കി ലൈംഗികത ഇല്ലാതെ വെറും സമ്പത്ത് മാത്രമായിട്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് അത്ര നല്ലൊരു കുടുംബജീവിതമല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഗൾഫിലെ ജീവിതം.
ഭർത്താവ് ഗൾഫിലും ഭാര്യ ഇവിടെ ആകുമ്പോൾ രണ്ട് കൂട്ടർക്കും വിമ്മിഷ്ടങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള നമ്മുടെ വരുമാന മാർഗം നമ്മൾ നോക്കുന്നുണ്ട്, സമ്പത്ത് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സമ്പത്ത് മാത്രം പോരല്ലോ. അപ്പോൾ രണ്ട് കൂട്ടരും ഒരുമിച്ച്, കുറഞ്ഞ വരുമാനമാണെങ്കിലും രണ്ട് കൂട്ടരും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ജീവിതമാണ് എപ്പോഴും നല്ലത്. അത് ജോലിപരമായിട്ട് ഒരാൾ അവിടെ ഒരാൾ ഇവിടെയും ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ എല്ലാം വേണം. അപ്പോൾ സമ്പത്തുണ്ടാക്കാൻ ആ മാർഗം സ്വീകരിക്കുന്നു, അതുപോലെ സന്തോഷം ഉണ്ടാക്കാൻ ഈ മാർഗം സ്വീകരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ദമ്പതികൾ വേർപെട്ട് ജീവിച്ചിട്ട് ഇതിലെന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലം മൊത്തം വേർപെട്ട് ജീവിച്ചിട്ട് പിന്നെ അവസാന കാലത്ത് വരുമ്പോൾ ലൈംഗിക ശേഷി ഉണ്ടാവില്ല, ലൈംഗിക താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടൊരു കാര്യമല്ലോ. നല്ല പ്രായത്തിൽ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബമാണ് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് അജയൻ ഡോക്ടറായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീയും പുരുഷനും എത്രത്തോളം എഫേർട്ട് എടുത്താലാണ് ഒരു ലൈംഗിക ബന്ധത്തിൽ സാറ്റിസ്ഫൈഡ് ആകുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കുടുംബജീവിതം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്